സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ, അമ്മ അവിടെ വെച്ച് വഴക്കൊന്നും ഉണ്ടാക്കില്ലല്ലോ ഭാനുമേ? ഏയ്, അവിടെ ഒരു കുഴപ്പവും ഉണ്ടായില്ല. ബാക്കി കാര്യങ്ങളും കൂടി ഒരു കുഴപ്പവും ഇല്ലാതെ നടന്നാ മതിയായിരുന്നു. അതെന്താ ഭാനുമേ അങ്ങനെ പറഞ്ഞത്? അമ്മയുടെ മനസ്സിൽ വേറെന്തെങ്കിലും പദ്ധതി ഉണ്ടോ? അതൊന്നും എനിക്കറിയില്ല. എന്നാലും മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതല്ലോ എന്ന് സുശീല എടുത്തു പറഞ്ഞപ്പോ മനസ്സിനൊരാധി. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ സത്യ. ഒട്ടും പ്രതീക്ഷിക്കാതെ വളകാപ്പ് ചടങ്ങ് നടന്നു അല്ലേ? ഇത്ര ഭംഗിയായിട്ട് ഇത് അവസാനിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മ ഹർഷയെ കൂടെ ചടങ്ങിൽ പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞതോടെ എനിക്ക് ആദ്യം ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ സമ്മതിച്ചതോടെ അത് മാറി. ഞാനത് നേരത്തെ പ്രതീക്ഷിച്ചതാ. അമ്മയെ സ്വാധീനിച്ച് ഹർഷ അത് സഹായിച്ചെടുക്കുമെന്ന് എനിക്ക് തോന്നി. അത് ഹർഷയുടെ ആഗ്രഹമായിരുന്നു, അതോ അമ്മയുടെ താല്പര്യവും? രണ്ടും ചേർന്നപ്പോ ഉണ്ടായ തീരുമാനമാവാം. ഞാനത് മുൻകൂട്ടി കണ്ട് ചില നീക്കങ്ങളൊക്കെ നടത്തി. എന്ത് നീക്കം? ചടങ്ങിന്റെ സമയത്ത് സച്ചി സാറ് രവിയുടെ അച്ഛനെ അമ്മയും കൂട്ടിക്കൊണ്ട് വന്നത് ഹർഷയുടെ ഭാഗ്യം കൊണ്ടാണെന്നല്ലേ നിങ്ങളെല്ലാരും ധരിച്ചിരിക്കുന്നത്? അതെ, അവരപ്പ വന്നതുകൊണ്ടല്ലേ ഹർഷയുടെ വളകാപ്പ് ഭംഗിയായിട്ട് നടന്നത്. പക്ഷേ ഹർഷയ്ക്ക് അതത്ര ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അതെ, ബാക്കിയുള്ളവരുടെ മുന്നില് രവിയുടെ അച്ഛനും അമ്മയും തള്ളി പറയുമെന്ന് വിചാരിച്ച് മാത്രമാ അവൾ അവരുടെ മുന്നിൽ ഇരുന്നു കൊടുത്തത്. ഹർഷയുടെ എല്ലാ ചടങ്ങും നമ്മുടെ അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നാ അവള് വിചാരിച്ചത്. അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് സച്ചി സാറിനെ വിളിച്ച് രവിയുടെ അച്ഛനും അമ്മയും ഇവിടെ എത്തിക്കണമെന്ന് പറഞ്ഞത് ഞാനാ. സത്യമാണോ ഇന്ദ്രേട്ടാ? സച്ചി സാറും ഇന്ദ്രേട്ടനും തമ്മില് ഇപ്പൊ നല്ല ബന്ധുവാണോ? ഹർഷ ഇവിടെ വന്ന് താമസമാക്കിയതറിഞ്ഞ് സച്ചി സാർ എന്നോട് സംസാരിച്ചിരുന്നു. രവികുമാർ അദ്ദേഹത്തിന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നല്ലോ. അവരൊക്കെ വിചാരിക്കുന്നത് രവി തിരിച്ചു വരുന്ന തന്നെ ആയിരിക്കും അല്ലേ? അതെ, അതുകൊണ്ടാണല്ലോ വളകാപ്പ് ചടങ്ങിൽ രവിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവന്റെ അമ്മ ഹർഷയുടെ സീമന്തരേഖയിൽ കുങ്കുമം അണിയിച്ചത്. അതെ, അവരങ്ങനെ ചെയ്യുമ്പോ ഹർഷ അത് വിലക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ അവള് മിണ്ടാതിരുന്ന സ്ഥിതിക്ക് രവി തിരിച്ചു വരുമെന്ന് അവളും പ്രതീക്ഷിക്കുന്നുണ്ടാവും അല്ലേ ഇന്ദ്രേട്ടാ? അതെനിക്കറിയില്ലെന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, രവി മരിച്ചു കാണില്ലെന്ന് ഹർഷയ്ക്ക് ഉറപ്പുണ്ട്. ഇല്ലെങ്കില് അവന്റെ കുഞ്ഞിനെ വയറ്റി ചുമന്ന് അവക്ക് വളകാപ്പിന് ഇരിക്കാൻ കഴിയില്ല. ഇന്ദ്ര, നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും നീ എന്നോട് പോവാൻ പറയില്ലേ? വേറൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. കുറച്ചു സമയം നിന്റെ കൈ നമ്മുടെ കുഞ്ഞിന്റെ മേൽ വെച്ചാൽ മാത്രം മതി. നീ എന്താണോ ആലോചിക്കുന്നത്? ഏയ് ഹർഷ, രവികുമാറിനെ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്നുണ്ടോന്ന് ഞാൻ ആലോചിച്ചു പോയത്. എന്തായാലും ഇനി നമ്മള് ഹർഷയെ സഹായിക്കാൻ പോകുന്നില്ല ഇന്ദ്രേട്ടാ. ആരും സഹായിക്കാനില്ലാതാവുമ്പോ അവൾ അവളുടെ ഭർത്താവിനെ ഓർക്കും. അയാള് തിരിച്ചു വന്നെങ്കിലെന്ന് ആഗ്രഹിക്കും. രവികുമാർ തിരിച്ചു വരണ ഇന്ദ്രേട്ടാ. ഈ ലോകത്ത് എവിടെയെങ്കിലും അയാൾ ജീവനോടെ ഉണ്ടെങ്കിൽ രവിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഞാനും സച്ചി സാറും കൂടി അതിനെപ്പറ്റി ആലോചിച്ചു തുടങ്ങിയാനോ. രവി താമസിയാതെ തിരിച്ചു വന്നിരിക്കും.
ശരി അമ്മാവ. രജിസ്ട്രേഷൻ തടസ്സമൊന്നും കൂടാതെ നടത്തിയല്ലേ അച്ഛാ? ആ, ഭംഗിയായി നല്ല രീതിയിൽ തന്നെ അത് നടന്നു. ഇനി വലിയ കടമ്പകളൊന്നുമില്ല. എന്റെ മക്കളുടെ കല്യാണം ഭംഗിയായി നടത്താനുള്ള എല്ലാ വഴികളും ദൈവം തുറന്നു തന്നു എന്ന് തന്നെ പറയാം. നമുക്ക് നാളെ തന്നെ ഗോൾഡ് എടുക്കാൻ പോയാലോ അമ്മാവ? നാളെ വേണ്ട രഘു, ദിവസം അത്ര നല്ലതല്ല. മറ്റന്നാ മുതല് നമുക്കെല്ലാം തുടങ്ങാം. നാളെ എനിക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് രഘു. ഇതെന്താ അച്ഛന്റെ കയ്യില്? പ്രോപ്പർട്ടി വിറ്റ പണമാണോ? അതെ, 25 ലക്ഷം രൂപ അവര് ക്യാഷ് ആയിട്ട് തന്നു. ബാക്കിയുള്ളത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 25 ലക്ഷം രൂപയോ? ഞാനിതുവരെ 1 ലക്ഷം രൂപ പോലും ഒരുമിച്ച് കണ്ടിട്ടില്ല. കുറച്ചേരം ഞാൻ പിടിക്കാച്ചാ. മഞ്ചാടി, ഇത് നിന്റെ കുട്ടിക്കളിയല്ല, അങ്ങോട്ട് മാറിയെന്നേ. അവൾ പിടിച്ചോട്ടെ അമ്പിളി. മഞ്ചാടി മോളുടെ ഒരു ആഗ്രഹമല്ലേ. അച്ഛാ, 25 ലക്ഷം രൂപയൊക്കെ വീട്ടിൽ സൂക്ഷിക്കുന്നത് സേഫ് ആണോ? ബാങ്കിലിട്ടാ പോരെ? ഇത് അവര് നമുക്ക് നേരിട്ട് തന്ന പണമല്ലേ. നമ്മളിത് ബാങ്കിൽ കൊണ്ടുപോയിട്ടാ അതിനൊക്കെയുള്ള കണക്കും കാണിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ആവശ്യത്തിന് നമ്മളിത് ക്യാഷ് ആയിട്ട് കൊടുത്ത പ്രശ്നമൊന്നും വരില്ല. ഒറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അനന്തം മാഷ്ട വീട്ടില് കള്ളനൊന്നും കേറില്ല. എന്നിട്ട് വിഷുവിന് ഇവിടെ ഒരുത്തൻ കെയർ ചെയ്തോ? വിഷുവിനിവിടെ കള്ളം കയറിയോ? എന്താ രഘുവിളി പറയുന്നേ? വിഷുവിനിവിടെ ആര് കയറിയെന്ന? എന്റെ അമ്മാവ, അത് ഇവൾക്ക് വെറുതെ തോന്നിയതാ. നമ്മളെല്ലാരും പുറത്ത് പടക്കം പൊട്ടിക്കുമ്പോ കത്തിയെടുക്കാൻ അടുക്കളയിലേക്ക് പോയ ദേക്ക് ആരോ വീട്ടിനകത്ത് കയറിയതുപോലെ തോന്നി. ഞാനും അനുപമയും അപ്പൊ തന്നെ മൊത്തം അരിച്ചു പെറുക്കി നോക്കിയിട്ടും ഒരുത്തനെയും കണ്ടില്ല. എന്നിട്ട് നീ എന്താ ആ കാര്യം എന്നോട് പറയായിരുന്നത്? ആ സമയത്ത് ഇന്ദ്രനോട് ഉണ്ടായിരുന്നില്ലേ അമ്മാവ? അവന്റെ മുന്നിൽ വെച്ച് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാ. അനുവത് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ദയയുടെ മുഖത്ത് ഇപ്പോഴും ആ ഭയം കാണുന്നുണ്ടല്ലോ. നീ ശരിക്കും അങ്ങനെ ഒരാളെ കണ്ടിരുന്നു മോളെ? അതെ അച്ഛാ, ഞാൻ ശരിക്കും കണ്ടതാ. ചിലപ്പോ രഘുവേട്ടൻ പറഞ്ഞ പോലെ എന്റെ തോന്നലായിരിക്കാം. പക്ഷെ ഞാനന്ന് ശരിക്കും പേടിച്ചു. നിനക്ക് തോന്നിയത് തന്നെയായിരിക്കും. അല്ലാതെ ഇവിടെ എന്ത് പ്രതീക്ഷിച്ചിട്ട് കള്ളം കയറാനാ? ഇപ്പോഴാണെങ്കിൽ ഈ പണമെങ്കിലും ഉണ്ടെന്ന് കരുതാം. ഇത്രയും പണം ഇവിടെ സൂക്ഷിക്കുന്നു പറഞ്ഞപ്പോ പെട്ടെന്ന് ഞാൻ എന്ന് ഭയപ്പെട്ട് ഓർത്തു പോയതാ അച്ഛാ. അല്ലാതെ വേറെ ഒന്നുമല്ല. അച്ഛനിത് സൂക്ഷിച്ചാ മതി. എന്റെ നിധി എന്റെ 5 മക്കള്. ആ മക്കളെ ഞാൻ ഇതുവരെ ഒരു പോറൽ പോലും ഏൽക്കാതെ കാത്തു സൂക്ഷിച്ചില്ലേ? അതിലപ്പുറം ഒന്നുമല്ല മക്കളെ അച്ഛന് ഈ പണം.
അങ്ങനെ എല്ലാ കടമ്പകളും കടന്ന് ചീരുവിന്റെയും ദയുടെയും കല്യാണം പടിവാതിൽക്കലെത്തി. നമ്മുടെ ശരിയായ ഉത്തരവാദിത്വവും ടെൻഷനും തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ രഘുവേട്ട. അതെന്തോ ഒരു പുതിയ ടെൻഷൻ ഉത്തരവാദിത്വം. വളകാപ്പിന് പോയപ്പോ ഞാൻ അനുപമയോട് അനിയത്തിമാർക്ക് എന്താ നീ കല്യാണത്തിന് കൊടുക്കുന്നതെന്ന് ഞാൻ തഞ്ചത്തിലൊന്ന് ചോദിച്ചു നോക്കി. കൊള്ളാം. അതിനിടയ്ക്ക് നീ അതും ചോദിച്ചോ? അവരതൊന്നും തീരുമാനിച്ചു പോലില്ലെന്ന് അനു പറഞ്ഞില്ലേ? അവരതൊക്കെ എന്നേ തീരുമാനിച്ചു കഴിഞ്ഞു രഘുവേട്ട. നമ്മളെപ്പോലെ എല്ലാ അവസാന നിമിഷത്തേക്ക് വെക്കേണ്ട കാര്യമൊന്നും അവർക്കില്ല. ഇന്ദ്രന്റെ കയ്യിൽ കാശുണ്ട്. അവരെല്ലാം നല്ല കണക്കൂട്ടലുകളോടെ ജീവിക്കുന്നവരാ. ചീരുവിനും ദയക്കും അവരെന്താ കല്യാണത്തിന് കൊടുക്കുന്നതെന്ന് അറിയണ്ടേ? എനിക്കതറിയണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും പറ, എന്താ കൊടുക്കുന്നേ? 2 പേർക്കും 2.5 പവൻ വീതം 2 ചെയിൻ, മൊത്തം 5 പവൻ. ആ, ഇന്ദ്രൻ വലിയ ബിസിനസ്സുകാരനല്ലേ? 5 പവൻ ഒരുപാട് കൂടുതലും അല്ല, തീരെ കുറവുമല്ല. ഇന്ദ്രൻ ബിസിനസ്സുകാരനോ കള്ളക്കടത്തുകാരനോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ പ്രശ്നം അതല്ല. അവൻ ഈ വീട്ടിലെ 2ാമത്തെ മരുമോനാ. മൂത്ത മരുമകൻ രഘുവേട്ടനാ. അതുകൊണ്ട് അവൻ 2.5 പവൻ വെച്ച് കൊടുക്കുന്നെങ്കിലേ രഘുവേട്ടൻ ചീരുനും ദയക്കും 3 പവൻ വെച്ച് കൊടുക്കണം. മൊത്തം 6 പവനല്ലേ? ഏറ്റവും ചുരുങ്ങിയത് 2.5 ലക്ഷം രൂപയെങ്കിലും വേണം. നാളെ ഓട്ടയ്ക്ക് പെട്രോൾ അടിക്കാൻ വെച്ച 250 രൂപയാ എന്റെ ആകെ ഉള്ളത്. രഘുവേട്ടന്റെ കയ്യിലൊന്നുമില്ലാന്ന് എനിക്കറിഞ്ഞൂടെ. എന്നാലും നമുക്ക് നമ്മുടെ അഭിമാനം അങ്ങ് വിട്ട് കളയാൻ പറ്റില്ല രഘുവേട്ട. എനിക്ക് കല്യാണത്തിന് തരാനിരുന്ന ബാക്കിയുള്ള സ്വർണം ഈ കല്യാണത്തിന് മുമ്പ് എനിക്ക് തന്നിരിക്കുമെന്ന് അച്ഛനെന്ന് വാക്ക് തന്നിരുന്നു. അത് വാങ്ങി നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തം നടത്തണം രഘുവേട്ട. എന്റെ അമ്പിളി, അമ്മാവൻ വസ്തു വിറ്റത് പ്രതീക്ഷിച്ചതിലും 15 ലക്ഷം രൂപ കുറച്ചാ. അപ്പൊ പിന്നെ നമ്മൾ പഴയ സ്വർണം ചോദിച്ച് അമ്മാവനെ ബുദ്ധിമുട്ടിക്കുന്നത് എങ്ങനെയാ? നമുക്ക് തരാനുള്ളത് മുഴുവൻ നമ്മൾ ചോദിക്കുന്നില്ലല്ലോ രഘുവേട്ട. പകുതിയെങ്കിലും തരട്ടെ. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നടത്തണ്ടേ? അമ്പിളി, അത് രഘുവേട്ടനൊന്നും പറയണ്ട. അച്ഛൻ പണം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. നാളെ തന്നെ സംസാരിച്ച് നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചേക്കണം. ഇല്ലെങ്കിൽ വസ്തു വിറ്റ് കിട്ടിയ കാശ് മുഴുവൻ ഈ കല്യാണത്തിന് വേണ്ടി അച്ഛൻ ചെലവാക്കും. നമ്മൾ മുകളിലോട്ട് നോക്കി നിൽക്കേണ്ടിയും വരും. അച്ഛനോട് ഞാൻ പറഞ്ഞോളാം രഘുവേട്ട, നിങ്ങൾ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മാത്രം മതി. എന്താ? അത് വേണോ അമ്പിളി? വേണം. ചീരുനും ദയക്കും കല്യാണത്തിനൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ദ്രന്റെയും ഈ നാട്ടുകാരുടെയും മുന്നില് നമ്മൾ നാണം കെട്ട് തല കുനിച്ച് നിൽക്കേണ്ടി വരും. ഇന്ദ്രന്റെ അനുവിന്റെ മുമ്പിൽ വെച്ച് തന്നെ 3 പവൻ വീതമുള്ള ആഭരണം നമുക്ക് ചീരുനും ദയക്കും സമ്മാനിക്കണം രഘുവേട്ട. അതെന്റെ ഒരു വാശിയാ. ഓരോ ദിവസം കഴിയുന്തോറും സ്വർണത്തിന്റെ വില കൂടി വരിക. ഒരു ദിവസം മുന്നേ വാങ്ങിയ അത്രയും ലാഭമായിരിക്കും. വില കൂടുന്നത് നമ്മളെ ബാധിക്കില്ല രഘു. ദാസിന്റെ പഴയ പാർട്ട്ണറുടെ ജ്വല്ലറിയിൽ നമ്മൾ നേരത്തെ തന്നെ സ്വർണം പറഞ്ഞു വെച്ചിരിക്കല്ലേ. ദാസ് അത് പഴയ വിലയ്ക്ക് തന്നെ നമുക്ക് എടുത്തു തരും. എന്നാലും ഇത്രയും ക്യാഷ് ഈ വീട്ടിൽ സൂക്ഷിക്കുന്നത് റിസ്ക് അല്ലേ അമ്മാവ? പ്രമാണത്തിൽ കാണിക്കാത്ത തുകയാ. കണക്കിൽ പെടാത്ത പണമാണെന്ന് പറഞ്ഞ് വല്ല ടാക്സുകാരും കയറി പിടിച്ച? ഹേയ്, നമ്മളങ്ങനെ വലിയ ടാക്സ് വെട്ടിപ്പാരൊന്നും അല്ലല്ലോ രഘു. പിന്നെ പ്രമാണത്തിൽ മറ്റാരും കാണിക്കാത്തത്ര വില നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കല്യാണ ആവശ്യത്തിന് വേണ്ടി സ്വത്ത് വിറ്റതല്ലേ. അല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ.
ചോദിക്കും. എന്താ അമ്പിളി? ഒന്നുമില്ല അച്ഛാ, ദാ ചായ. വരൂ കേട്ടാ. നിങ്ങൾക്ക് രണ്ടാൾക്കും എന്നോടൊന്ന് സംസാരിക്കാനുണ്ടല്ലോ. എന്താ രഘു? ഒന്നുമില്ല അമ്മവാ. ചീരുവിന് ദയക്കും ഇന്ദ്രൻ കല്യാണത്തിന് എന്താ കൊടുക്കാൻ പോകുന്നേന്നൊക്കെ അനുവിനോട് ചോദിച്ചറിഞ്ഞിട്ടാ അമ്പിളി വന്നിരിക്കുന്നേ. ഈ അമ്പിളിക്ക് പിന്നെ ഒരു കാര്യത്തിലും ക്ഷമയില്ലല്ലോ. അവരെന്താ തരുന്നതെന്ന് തരുമ്പോ അറിഞ്ഞാ പോരെ അമ്പിളി? എന്തിനാ നീ അതൊക്കെ ചോദിക്കാൻ പോകുന്നേ? ഞാൻ എന്റെ അനിയത്തോടല്ലേ അച്ഛ ചോദിച്ചത്. അവരെന്തൊക്കെയാ കൊടുക്കുന്നതെന്ന് അറിഞ്ഞാലല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ പറ്റൂ. നിങ്ങൾ എന്ത് പ്ലാൻ ചെയ്യാനാ? ഈ കല്യാണം തന്നെ നടത്തുന്നത് നിങ്ങളൊക്കെ കൂടിയല്ലേ? അതല്ലല്ലോ അമ്മാവ. ചീരുവിന്റെയും ദയയുടെയും മൂത്ത ചേച്ചിയും ചേട്ടൻ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കടമകളുണ്ടല്ലോ. അച്ഛൻ ചിന്തിക്കുന്നത് പോലെ ബാക്കിയുള്ളവർ ചിന്തിക്കണമെന്നില്ലല്ലോ. ഞങ്ങൾക്കും ഇല്ല അച്ഛ അഭിമാനം. ഞാൻ ഈ കാര്യം മുമ്പ് അച്ഛനോട് സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ഇന്ദ്രനും അനുവും കൊടുക്കുന്നതിന്റെ ഒരു പണത്തൂക്കം പൊന്നെങ്കിലും ഞങ്ങൾ രണ്ടും കൂടി അനിയത്തിമാർക്ക് കൊടുക്കണം. ആരംബ്ലി? അച്ഛാ, അത് ദാസങ്ങളുടെ കാറാന്ന് തോന്നുന്നു. ആണോ? ആഹാ ദാസ്, നീ എന്താ ഇത്ര പെട്ടെന്ന്? ബാംഗ്ലൂരിൽ നിന്ന് എപ്പോ എത്തി? ഇന്നലെ രാത്രിയാണ്ട. വളകാപ്പിന് പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നില്ലേ? ആ, പെട്ടെന്ന് തീരുമാനിച്ചിട്ട് നടത്തിയതല്ലേ. പ്രതീക്ഷിച്ചതിലും ഭംഗിയായിട്ട് തന്നെ നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് മതി. ദാസരിക്ക് അമ്പിളി, രഘു, കല്യാണം അടുത്തുകൊണ്ട് നീ പുറത്തുള്ള ഓട്ടമൊക്കെ വേണ്ടെന്ന് വെച്ചാണോ അല്ലേ? അങ്ങനെയൊന്നും അല്ല അങ്കിൾ. ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെങ്കിൽ ഗ്യാപ്പ് നോക്കി ഞാനങ്ങോട്ട് ഇറങ്ങും. ഓ, അങ്ങനെ. കല്യാണ ഫംഗ്ഷൻ മൊത്തമായിട്ട് ഈവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കാന്ന് തീരുമാനിച്ചു. എല്ലാറ്റിനും കൂടി നമ്മളോടിയ എത്തില്ല. അത് നന്നായി. പക്ഷേ സൂക്ഷിച്ച് തലവച്ച് കൊടുക്കണമെന്നാ, അല്ലെങ്കിൽ അവരുടെ ബില്ല് കാണുമ്പോ അറ്റാക്ക് വരും. ഹേയ്, ഇത് അങ്ങനെയുള്ള പാർട്ടിയൊന്നും അല്ല. നമ്മുടെ ഒരു പയ്യന്റെ സ്ഥാപന. ഓ, അവൻ മാക്സിമം ചെലവ് ചുരുക്കി നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അവനെ പോയി കണ്ട് അത് ഫിക്സ് ചെയ്യണം. അപ്പോ എപ്പ ഗോൾഡ് എടുക്കാന്നാ അണ്ണൻ തീരുമാനിച്ചിരിക്കുന്നത്? അപ്പം നാളെ അതിനായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ദ്രനും അനുവും നാളെ വരുമെന്ന് പറഞ്ഞത്. അപ്പോ എല്ലാവർക്കും ഒരുമിച്ച് ഇറങ്ങുകയും ചെയ്യാം. അങ്കിളുടെ ചായ എടുക്കട്ടെ? വേണ്ട മോളെ, ഇപ്പൊ ഒന്നും വേണ്ട. ഞാൻ അണ്ണനോട് ഒരു കാര്യം സംസാരിക്കാൻ വന്നതാ. ചായ വേണമെങ്കിൽ പറയാം. ശരി അങ്കിൾ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ അപ്പുറത്തുണ്ട്. ആ, ശരി രഘു. ശരി. ഞാൻ അണ്ണനോട് ഒരു പേഴ്സണൽ കാര്യം സംസാരിക്കാൻ കൂടി വന്നത്. എന്താ ദാസ്? ബാംഗ്ലൂരിലെ സെറ്റിൽമെന്റ് ഇതുവരെ നടന്നില്ല. ഫണ്ടിന്റെ ഷോർട്ടേജ് തന്നെ പ്രശ്നം. ആ, എനിക്ക് കൊച്ചിയിലൊരു ബാങ്കിലുണ്ടായിരുന്ന 50 ലക്ഷത്തിന്റെ ഷെയർ എമൗണ്ട് അവരിന്നലെ ബോർഡ് മീറ്റിംഗ് കൂടി ട്രാൻസ്ഫർ ചെയ്യാന്ന് ഉറപ്പ് പറഞ്ഞതാ. പക്ഷേ ബോർഡ് മെമ്പർമാരിൽ ഒരാള് ഇന്നലെ ഒരു ആക്സിഡന്റ് പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഓ, എല്ലാവരും സൈൻ ചെയ്യാതെ ബാങ്കിന് ഫണ്ട് റിലീസ് ചെയ്യാൻ പറ്റില്ല. ആക്സിഡന്റ് പറ്റിയ ആള് 4-5 ദിവസങ്ങളും കഴിയാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയില്ല. എങ്ങനെയെങ്കിലും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നത്.
ഇന്നെങ്കിലും ആ സെറ്റിൽമെന്റ് നടന്നില്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപയുടെ നഷ്ടമെങ്കിലും എനിക്കുണ്ടാവും. അയ്യോ, 10 ലക്ഷം രൂപ നഷ്ടപ്പെടുത്താന്നൊക്കെ പറഞ്ഞാ എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ലേ ദാസ്? ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെന്നാ. അതിനിടയ്ക്കാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അണ്ണം മനസ്സ് വെച്ചാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ കൂടിയാ. പ്രോപ്പർട്ടി കൊടുത്ത പണം മുഴുവൻ ഇവിടെയും ബാങ്കിലും ഒക്കെ ആയിട്ട് കിടപ്പുണ്ട്. പക്ഷേ നാളെയെങ്കിലും ഗോൾഡ് എടുക്കണ്ടേ ദാസ്? ഗോൾഡ് നാളെ തന്നെ എടുക്കാം. അത് നമ്മുടെ സ്വന്തം ജ്വല്ലറി അല്ലേ. വേണമെങ്കിൽ നാളെ ഗോൾഡ് എടുക്കാൻ ഞാനും കൂടി വരാം. ആ, കല്യാണത്തിന് മുമ്പൊരു ഡേറ്റ് ഇട്ട് ഞാൻ ചെക്ക് കൊടുത്താ അവർ ഓക്കെ ആയിരിക്കുമെന്നാ. എങ്കിൽ പിന്നെ ദാസിന് ആവശ്യമുള്ള ക്യാഷ് ദാസ് എടുത്തു. എനിക്ക് മറ്റു കാര്യങ്ങൾക്ക് അഡ്വാൻസ് കൊടുക്കാനും മറ്റും ബാക്കിയുള്ള ക്യാഷ് മതിയാവും. താങ്ക്സ് അണ്ണ. ഹേയ്, നിന്നെ സഹായിക്കാൻ കഴിയുന്നത് എന്റെ ഭാഗ്യമായിട്ട ദാസ് ഞാൻ കരുതുന്നത്. നീ എനിക്ക് തന്നതൊക്കെ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ ഞാൻ തരുന്നത് നാളെ നീ തിരിച്ചു തരാൻ വേണ്ടി. ഇങ്ങനെയെങ്കിലും എനിക്ക് നിന്നെ ഒന്ന് സഹായിക്കാൻ കഴിഞ്ഞല്ലോടാ. ആ, എന്നാ പിന്നെ വൈകണ്ട. ഇവിടെ ക്യാഷ് ആയിട്ടുള്ളത് 25. ബാക്കി ബാങ്കിലുള്ളത് നമുക്കിപ്പൊ തന്നെ ഇറങ്ങിയാലോ? നിനക്ക് പണം ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ടല്ലേ? അതെ. അണ്ണന് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്കിപ്പോ തന്നെ ഇറങ്ങാം. ശരി, എന്നാ ഇരിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും അമ്പിളി? രഘുവേട്ടൻ വാ, നമ്മുടെ കാര്യം നമുക്ക് അച്ഛനോട് പറയാം. ബാങ്കിൽ നിന്ന് പൈസ എടുക്കുമ്പോ നമുക്ക് ആവശ്യമുള്ളത് കൂടി എടുക്കട്ടെ. ഏയ്, ഇതിനിടയിൽ നമ്മളോട് ചെന്ന് അമ്മാവനോട് കാശ് ചോദിക്കുന്നത് ശരിയല്ല അമ്പിളി. ദാസങ്ങൾ കാശ് തിരിച്ചു കൊടുക്കുമ്പോ നമുക്ക് ചോദിക്കാം. അതെപ്പോഴാ? കല്യാണത്തിന് മുമ്പ് നമുക്ക് കുട്ടികൾക്കുള്ള ആഭരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കണ്ടേ? അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും വാങ്ങിക്കാം. എന്തായാലും ഇപ്പൊ അമ്മാവനോട് ചെന്ന് കാശ് ചോദിക്കുന്നത് ശരിയല്ല അമ്പിളി.